ബഹ്റൈനിൽ ട്രാഫിക് നിയമലംഘനത്തെ തുടർന്ന് വരുന്ന പിഴകൾ അടയ്ക്കാൻ 30 ദിവസത്തെ കാലാവധി അനുവദിക്കണമെന്ന നിർദ്ദേശം തള്ളിയിരിക്കുകയാണ് ഷൂറ കൗൺസിൽ. നിലവിൽ 7 ദിവസമായി നിശ്ചയിച്ചിട്ടുള്ള പിഴ അടയ്ക്കാനുള്ള സമയം 30 ദിവസത്തേക്ക് നീട്ടാനായിരുന്നു ശുപാർശ. ഇത് പാർലമെന്റ് അംഗീകരിച്ചിരുന്ന സാഹചര്യത്തിൽ ചില എതിർപ്പ് സ്വരങ്ങൾ ഉടലെടുത്തിരുന്നെങ്കിലും നിർദ്ദേശം തുടർ നടപടികൾക്കായി ഷൂറ കൗൺസിലേക്ക് അവലോകനത്തിന് വിടുകയായിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം ഗതാഗത നിയമലംഘനങ്ങളിൽ പിടിയിലായത് 4,70,000 പേരാണ്. ഇവരടക്കം പിഴയൊടുക്കാനുള്ളവർക്ക് നിലവിലുള്ള 7 ദിവസത്തെ കാലാവധി 30 ദിവസത്തിലേക്ക് മാറ്റാനുള്ള നിർദ്ദേശവുമായി എത്തിയത് MP ഡോക്ടർ അലി അൽ നുഐമിയുടെ നേതൃത്വത്തിലുള്ള സംഘമായിരുന്നു. നിയമലംഘകർ 30 ദിവസത്തിനുള്ളിൽ പിഴ അടയ്ക്കാൻ തയ്യാറായാൽ പകുതി തുകയാക്കി പിഴ കുറയ്ക്കണമെന്നും നിർദ്ദേശത്തിലുണ്ടായിരുന്നു. കുറ്റക്കാരെ ശിക്ഷിക്കാൻ മാത്രമല്ല, വീണ്ടും കുറ്റകൃത്യങ്ങൾ ചെയ്യാതിരിക്കാനാണ് പിഴകൾ ചുമത്തുന്നത്. പിഴ അടയ്ക്കൽ വൈകിപ്പിക്കുന്നതിലൂടെ നിയമത്തിന്റെ പ്രതിരോധ സ്വഭാവത്തിന് കോട്ടം സംഭവിക്കും. അത് ഗതാഗത അച്ചടക്കത്തിൽ നിന്നും റോഡ് സുരക്ഷയിൽ നിന്നും ജനങ്ങളെ മാറ്റി നിർത്താൻ പ്രേരിപ്പിക്കുമെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഷൂറ നിർദ്ദേശം നിരസിച്ചത്. പിഴകൾ പണം സ്വരൂപിക്കാനുള്ളതല്ലെന്നും തെറ്റായ ഡ്രൈവിംഗ് പ്രക്രിയകളെ ലഘൂകരിക്കാനുള്ളതാണെന്നും ഷൂറ കൗൺസിൽ പ്രതിരോധ ദേശീയ സുരക്ഷാ കമ്മിറ്റി അധ്യക്ഷൻ ഡോക്ടർ അൽ റഹീമി പറഞ്ഞു. റോഡിലെ വാഹനങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ വർഷം മാത്രം 15,000 വാഹനങ്ങളാണ് പുതുതായി രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 2024 രേഖപ്പെടുത്തിയ അപകടങ്ങളുടെ തോതും വലുതായിരുന്നുവെന്നും അതിന്റെയെല്ലാം പ്രധാന കാരണം വേഗവും നിയമലംഘനങ്ങളുമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. നിർദ്ദേശം കൂടുതൽ അന്വേഷണങ്ങൾക്കായി താഴെ കമ്മിറ്റിയിലേക്ക് തിരിച്ചയച്ചിരിക്കുകയാണ്.